ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 13 സങ്കീർത്തനം 1 വാക്യം. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? സഹായം അപേക്ഷിച്ചുകൊണ്ട് ദാവീദ് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണിത്. എത്രത്തോളം എന്ന പദം ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിലൂടെ സങ്കീർത്തനക്കാരൻ്റെ അക്ഷമയും നിരാശയും വ്യക്തമാണ്. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനടി ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ നാം ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും ദൈവം അവൻ്റെ സമയത്ത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുമ്പോൾ ദൈവം നമ്മെ മറന്നുകളഞ്ഞു എന്ന് നാം ചിന്തിച്ചു പോകാറുണ്ട്. വിശ്വാസത്തിൽ നാം എത്രത്തോളം ക്ഷമയുള്ളവരായി തീരുമോ അത്രത്തോളം വലിയ നന്മ അവൻ നമുക്ക് ചെയ്യും. പിതാവ് മുഖം മറയ്ക്കുന്നത് ശിശുവിന് ദുസ്സഹമാണ്. തണ്ടുവലിച്ച് കടലിൽ അലയുന്ന അനുഭവം ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. എന്നാൽ 4-ാം യാമത്തിലെങ്കിലും കടന്നു വന്ന് നമ്മെ വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ യാചനയുടെയും നിലവിളിയുടെയും മധ്യത്തിൽ മറുപടി താമസിക്കുമ്പോൾ ദൈവം നമ്മെ മറന്നുപോയി അല്ലെങ്കിൽ അവൻ തൻ്റെ മുഖം മറച്ചു എന്ന് ചിന്തിച്ച് ആകുലപ്പെടാതെ അവൻ്റെ മറുപടിക്കായി വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. വാഗ്ദത്ത നിവൃത്തിക്കായി അബ്രഹാം കാത്തിരുന്നതുപോലെ ദൈവിക മറുപടിക്കായി ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരായി നമുക്കൊരുങ്ങാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ക്ഷമയോടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.